ഹലോ ഗൈസ്, സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്കൊരു PG ടൂർ കാണാം. ഞാനിപ്പോൾ താമസിക്കുന്നത് നോയിഡയിൽ ഹോം സ്റ്റേറ്റിലാണ്. ഹോം സ്റ്റേ ഇവർക്ക് 3 ടൈപ്പ് ഉണ്ട്. അതായത് ലക്ഷൂരിയ, ഐവറി ആൻഡ് ഗ്രാൻഡൂർ ഉണ്ട്. ഞാനിപ്പോൾ ലക്ഷൂരിയയിലാണ് താമസിക്കുന്നത്. സോ ഇതാണ് ആദ്യത്തെ PG എന്ന് എനിക്ക് ഇവരുടെ ആദ്യത്തെ PG ഇതാണെന്ന് തോന്നുന്നു. ഐവറി പുതിയതുണ്ടായതാണ്. ഞാൻ വന്ന സമയത്ത് എൻക്വയറി ചെയ്യാൻ വന്ന സമയത്ത് അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. സോ വെൽക്കം ടു മൈ വ്ലോഗ്. ഞാൻ സൗണ്ട് കുറച്ച് സംസാരിക്കാൻ വെച്ചാൽ എല്ലാവരും കിടന്ന് ഉറങ്ങണം. സോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് ദം. ഞാൻ ഇനിയിപ്പോൾ ബാഗ് കൊണ്ട് വെച്ചിട്ട് വീഡിയോ എടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു സംഭവം കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും ഞാനിവിടെ മാറും. ബിക്കോസ് ഐ വാണ്ടഡ് ലൈക്ക് മോർ പ്രൈവറ്റ് സ്പേസ്. പക്ഷേ ഇവിടെ ഡബിൾ ഷെയറിങ് റൂമാണ്. സിംഗിൾ ഷെയറിങ് നമുക്കിവിടെ കിട്ടും, പക്ഷെ നമ്മൾ കൊടുക്കുന്നതിൻ്റെ എക്സ്ട്രാ നമ്മൾ കൊടുക്കണം. സോ എന്തായാലും ഇവിടുന്ന് മാറണം. പക്ഷെ ഇവിടുത്തെ ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ ഷട്ടിലുണ്ട്. നമുക്ക് ആമിറ്റിയിലോട്ടും മെട്രോ സ്റ്റേഷനിലോട്ടൊക്കെ നമുക്ക് ഷട്ടിലുണ്ട്. നമ്മളൊരു ഡ്രോപ്പും ചെയ്യും, പിക്കപ്പും ചെയ്യും. അത് ഏത് സമയത്ത് വേണം, ഐ മീൻ ലൈക്ക് ടിൽ 10 ഉണ്ട് സർവീസ് ഉണ്ടെന്ന് തോന്നുന്നു. സോ അങ്ങനെ എൻ്റെ ഇവിടുത്തെ ഫുഡ് എന്ന് പറയുമ്പോൾ അങ്ങനെ അത്രയ്ക്ക് മോശം ഫുഡ് എന്നൊന്നുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ കുറച്ച് എല്ലാവരും ചെയ്യുന്ന പോലെ ചെറിയൊരു ഉടായ്പകൾ ഉണ്ട്. ഇവിടെ ഉപ്പ് കുറയ്ക്കുക, പിന്നെ വെളുത്തുള്ളിയില്ല, അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷേ ഞാൻ തീരെ കഴിക്കുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഇവിടുത്തെ ടേസ്റ്റ് തീരെ പറ്റുന്നില്ല. ഞാൻ വന്ന സമയത്ത് കൂടുതൽ നോർത്ത് ഇന്ത്യൻ ഫുഡ് കഴിച്ച കാരണമായിരിക്കും എനിക്കിപ്പോൾ വല്ലാണ്ട് പറ്റുന്നില്ല. പക്ഷെ എന്നാലും നമുക്ക് സൗത്ത് ഇന്ത്യൻ ഫുഡ്, അതായത് ഇഡ്ഡലി, ദോശ, അതെല്ലാം അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ സ്നാക്സും നല്ല അടിപൊളിയാണ്. സോ ഇതാണ് നമ്മുടെ ടെറസ് വന്നിട്ട്. ഇവിടെ നമുക്ക് രാത്രി വൈകുന്നേരങ്ങളിൽ അല്ലെങ്കിൽ ഒരു രാവിലെയൊക്കെ വന്നിട്ട് നമുക്കിവിടെ ഇരുന്ന് ചിൽ ഔട്ട് ചെയ്യാം വിത്ത് ഫ്രണ്ട്സ്. സോ ഞാനിവിടെ അധികം വരാറില്ല. എല്ലപ്പോഴും വരുമ്പോൾ വീഡിയോ എടുക്കാൻ അതിന് വേണ്ടി മാത്രമേ ഞാൻ വരാറുള്ളൂ. ആൻഡ് ഓൾസോ ഇവിടെ ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഡ്രസ്സ് നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിലും അലക്കാൻ പാടില്ല. ഒരു വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് യു ക്യാൻ ഹിയർ ദ സൗണ്ട്. ആൻഡ് ദിസ് ഇസ് മീ. കോളേജിൽ പോകാൻ വേണ്ടി റെഡി ചെയ്തതാണ്, പക്ഷേ ഇന്ന് ക്ലാസ്സില്ല. സോ ഐ തോട്ട് ഓഫ് ടേക്കിംഗ് വീഡിയോ ഓഫ് PG ടൂർ. ദിസ് ഇസ് മീ. ഇതെൻ്റെ പുതിയ ഫോൺ കേസാണ്. ഐ ക്യാൻ ഷോ യു ദിസ്. യാ, ഇങ്ങനെ വേണമെങ്കിൽ പിടിക്കാം. മൈ ഗോഡ്, ദിസ് ഇസ് വെരി യൂസ്ഫുൾ തിങ്. കാരണം പുറത്തേക്ക് പോണ സമയത്തൊക്കെ ഭയങ്കര യൂസ്ഫുള്ളാണ്. ഫോണും ഇവിടെ ഒന്നാമത് കള്ളന്മാർ കുറച്ച് കൂടുതലായതുകൊണ്ട് ഫോണൊക്കെ നമുക്ക് ഇങ്ങനെ പിടിക്കാം. സോ ഇത് ആമിറ്റിയുടെ ഒരു സൈഡ്, ഈ ഒരു ആമിറ്റിയുടെ സൈഡാണ്. സോ ഇത് ഗേറ്റ് നമ്പർ 2 ആ ഒരു ഭാഗമാണിത്. സോ ഇനി നമുക്ക് ബാക്കിയുള്ള അടുത്തേക്ക് പോകാം. ഇങ്ങനെ വരുമ്പോൾ നമുക്ക് നമ്മളുടെ സൈഡാണിത്. സംസാരിക്കുന്നില്ല. ഇവിടെ എല്ലാ ഫുഡ്സും കഴിയും. റെഫ്രിജറേറ്ററുണ്ട്. ഞാൻ വല്ല സംസാരിക്കുന്ന വെച്ചാൽ അവിടെ ആൾക്കാരുടെ ഫുഡ് കഴിക്കുകയാണ്. സോ ഞാൻ വാട്ടർ റെഫ്രിജറേറ്റർ ഉണ്ട്. പിന്നെ കുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ മൈക്രോവേവ്, ഇൻഡക്ഷൻ സ്റ്റവ് ഉണ്ട്. ആൻഡ് ഇതാണ് നമ്മുടെ ലോണ്ട്രി ഏരിയ. സോ ഐ ആം ഗോയിങ് ടു ദ സ്റ്റഡി ഹാൾ. ഇതാണ് സ്റ്റഡി ഹാൾ വന്നിട്ട്. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ പഠിക്കാറ്. ഞാൻ എപ്പോഴും ഇവിടെ വരാറില്ല. എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ കൂടുതൽ വരാറുള്ളൂ ഷീറ്റ് ചെയ്യുമ്പോൾ. ഇല്ലാത്ത പക്ഷം റൂമിൽ തന്നെ ഇരുന്നിട്ടാണ് ചെയ്യൽ. സോ യാ, ഈ ബാഗ് ഇനി റൂമിൽ കൊണ്ടുവയ്ക്കണം. റൂം എന്തായാലും കാണിക്കാനായിട്ടില്ല. അത് ഞാൻ കുറച്ച് കഴിഞ്ഞ് ഞാൻ കാണിക്കാം എന്നാണ്. കാരണം റൂമിൽ വേറെ കുട്ടിയുണ്ട്. സോ ഇതാണ് ഹോം സ്റ്റേ വന്നിട്ട്. എൻ്റെ റൂം ഈ ഒരു ബാൽക്കണീൻ്റെ അവിടെയാണ്. ഇതാണ് ഷട്ടിൽ. ഇങ്ങനത്തെ ഒരു 5-6 ഉണ്ട് തോന്നുന്നു ഇവിടെ. എപ്പോഴും അവൈലബിൾ ആണ്. കുറച്ചൊക്കെ ഓട്ടത്തിന് പോയി കഴിക്കും. സോ ദിസ് ഈസ് ഹോം സ്റ്റേ.
ഇതാണ് വേറെ ഹോം സ്റ്റേ വന്നിട്ട്. ഇത് ലക്ഷറി, അത് ഗ്രാൻഡോറാണ്. ഐവറി പിന്നെ വേറെ സൈഡിൽ വേറെ കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ മുന്നിൽ വേറെയും കുറേ പീജസ് ഉണ്ട് അന്നപൂർണ. ബട്ട് ഐ പ്രിഫർ ഹോം സ്റ്റേ. സോ ഈ ഇതിന് ഒരു ബല്ലി സൈഡ് എന്നാണ് പറയുക. സോ ഇവിടെ എല്ലാ സാധനങ്ങളുണ്ട്. ഐ മീൻ ലൈക്ക് ഫുഡ് ഐറ്റംസ്. ഇവിടെ ഒരുവിധം എല്ലാം നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോറി, അതൊരു ഗേൾസ് പീജി ആയിരുന്നു. സോ ഇവിടെ കണ്ട നമുക്കൊരു സലൂണൊക്കെ ഉണ്ട്. അത്യാവശ്യത്തിന് പോയി ത്രെഡിങ്ങും ഹെയർ വാഷും കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവരുടെ സർവീസും അടിപൊളിയാണ്. ആൻഡ് ഇതാണ് ഈ ഒരു ബല്ലിയുടെ എൻട്രൻസ് വന്നിട്ട്. ഇവിടെ ഒരുപാട് ഇങ്ങനത്തെ കുട്ടി കുട്ടി സ്റ്റോൾസ് കാണാം. ഇവിടുത്തെ ഫുഡും അടിപൊളിയാണ് കേട്ടോ. സോ ഇങ്ങനെ പോയിട്ട് അതാണ് എൻ്റെ പി ജി. ആൻഡ് ഇവിടെയും ഫുള്ളും ഫുഡ് സ്റ്റോൾസാണ്. വൈകുന്നേരമാണ് ഇതിൻ്റെ രസം. ഒരുപാട് ആൾക്കാരുണ്ടാവും. ഇവിടെ ഒരു അമ്പലമുണ്ട്, അത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. ഇതിൻ്റെ ഉള്ളിലും ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ഞാൻ യൂഷ്വലി അങ്ങനെ വരലില്ല ഇങ്ങോട്ട്. കണ്ടോ, ഒരുപാട് ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. ഞാൻ അങ്ങനെ വരലില്ല. ലെറ്റ്സ് ഗോ ബാക്ക്. कैसे आप भैया? ठीक. ഈ ഒരു സൈഡും ഇതേപോലെ ഫുഡ് സ്പോർട്സ് ഇഷ്ടംപോലെ ഉണ്ട്. വേഫിൾസ് ഉണ്ട്, ചൈനീസ് ഉണ്ട്, മെക്സിക്കൻ ഉണ്ട്, ഇറ്റാലിയൻ ഉണ്ട്. ആൻഡ് അതെല്ലാം ഉപരി നമ്മളെപ്പോലുള്ള ഇന്റീരിയർ ഡിസൈനിങ് അല്ലെങ്കിൽ ആർക്കിടെക്ചർ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് സ്റ്റേറ്റ് ഗ്രൗണ്ട്, സ്റ്റേഷനറി ആൻഡ് പ്രിൻ്റ് ഹൗസ്, അതിനുള്ളിൽ പോയാൽ മതി. എല്ലാ സാധനങ്ങളും അവൈലബിൾ ആണ്. ഇതാണ് എനിക്ക് അത്രയ്ക്ക് അടിപൊളി ഇഷ്ടമുള്ള സ്ഥലം. കാരണം ഇവിടുത്തെ ഫുഡ് ഭയങ്കര അടിപൊളിയാണ്. ബിരിയാണി, ഹൈദരാബാദ് കിച്ചൺ മസ്റ്റ് ട്രൈ ആണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഗേൾസിന് മാത്രമല്ല, ഇവിടെ ഒരുപാട് ബോയ്സിൻ്റെ പി ജിസ് ആണെങ്കിലും ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ സൗത്ത് ഇന്ത്യൻസിന് ടേസ്റ്റ് ഓഫ് മദ്രാസ് ഉണ്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ദിസ് ഇസ് ചായ് സിറ്റാ ബാർ. ഇതും ഒരു അടിപൊളി കഫേസാണ്. വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഇവിടെ ഭയങ്കര വൈബാട്ടോ. ആൾക്കാരൊക്കെ വന്ന് പുറത്തിരുന്ന് പാട്ടൊക്കെ പാടി ഒക്കെ പോവും. ഇതാണിപ്പോൾ ഞാൻ വന്ന വഴി. ഇവിടെയാണ് അടുത്ത ഹോം സ്റ്റേ ഉള്ളത്. ഹോം സ്റ്റേ ഐവറി. ഇവിടെയും വേറെ പി ജിസ് ഉണ്ട്. ഇവിടെ ഓൾമോസ്റ്റ് എല്ലാം പി ജിസാണ് ഉള്ളത്. ബിക്കോസ് സ്റ്റുഡൻസ് ആണ് ഇവിടെ കൂടുതൽ താമസം. അതുകൊണ്ട് ഫുള്ളും പി ജിസ് ആണുള്ളത്. ഞാൻ ഇവിടെയും പോയി അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇതിനേക്കാളും ഒന്നും കൂടി ഇഷ്ടപ്പെട്ടത് ഹോം സ്റ്റേ തന്നെയാണ്. ഇതാണ് ഹോം സ്റ്റേ ഐവറി. ഇവിടെയാണ് എൻ്റെ ഫ്രണ്ട് ആനുള്ളത്. ഓളെ റൂമാണിത്. അത് ഓളിപ്പില്ല, ഓള് നാട്ടിൽ പോയിക്കുക. ആൻഡ് ഇവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഗ്രോസറി സ്റ്റോറൊക്കെ ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഇവിടെ നമുക്ക് ഒരുവിധം എല്ലാ ഫുഡ് ഐറ്റംസ്, സ്കിൻ കെയർസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾക്ക് കിട്ടും. ഇറ്റ്സ് എ ഡീസൻറ്റ് ഗ്രോസറി സ്റ്റോർ. ആൻഡ് ഇതാണ് നമ്മളെ ഫേമസ് മാഗി പോയിൻറ്റ്. ഞാൻ എപ്പോഴും മാഗി ഒന്ന് കഴിക്കണം ഇവിടെ. അടിപൊളിയാണ്. ഒന്നും ഓപ്പൺ ആയിട്ടില്ല. മാഗി കഴിക്കണമെന്നുണ്ട്, പക്ഷെ ഞാൻ മാഗി കഴിക്കുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ വന്നിട്ട് തിന്നാൻ പോയിരിക്കുന്നത് ശരിയല്ലല്ലോ. അതുകൊണ്ട് പിന്നെ ഒരുപാട് വണ്ടികൾ അങ്ങനെ ഇങ്ങനെയും പോവും. ചില സമയത്ത് സത്യം പറയാമല്ലോ കുറേ ഷോ ഇടുന്ന ആൾക്കാരെ കാണാം ഈ പകത്ത് വന്നു കഴിഞ്ഞാൽ. പിന്നെ ഹോം സ്റ്റേനെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് റെസ്ട്രിക്ഷൻസ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇതിന് മുന്നേ അറ്റൻഡൻസ് കാര്യങ്ങളൊന്നും എടുക്കൽ പോലും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് കുറച്ച് ആൾക്കാർ ഇതേപോലെ പേജിൽ കയറാതെ ഇങ്ങനെ നടന്നതുകൊണ്ടൊക്കെ ആയിട്ട് ഒരു അറ്റൻഡൻസ് എടുക്കുന്നുണ്ട് രാത്രി. പക്ഷെ അത് ഇറ്റ്സ് ഫൈൻ. 10 മണി വരെ നമുക്ക് എവിടെ വേണമെങ്കിലും പോവാം. 10 മണിയാകുമ്പോഴേക്കും കയറണം എന്നാണ് റൂള്. ഞാൻ ചില സമയത്ത് പുറത്ത് പോവുകയാണെങ്കിൽ ചിലപ്പോൾ എത്തണത് 11 മണി 11:30 ആയിരിക്കും. ആ സമയത്ത് ഇവർ റൂം ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവിടുത്തെ വാർഡനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ നല്ലൊരു പാവാണ്. വാർഡനെ വിളിച്ചു കഴിഞ്ഞാൽ ആൾ ഇവിടെ ഫോം ഉണ്ടാവും. കാരണം നമ്മൾ ലേറ്റായിട്ട് പുറത്ത് പോയി കഴിഞ്ഞാൽ അത് എന്തെങ്കിലും നമുക്ക് പറ്റിയെന്നുണ്ടെങ്കിൽ അത് അവരെ ബാധിക്കുന്നതല്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ എഴുതി ഒപ്പിടണം. അങ്ങനെയൊരു സംഭവം ഉണ്ടാവും. ക്രിസ്മസിൻ്റെ ഒരുപാട് അലങ്കാരപ്പണികളുണ്ട് ഇവിടെ. ഇതാണ് ലോബി വന്നിട്ട് ക്ലീനിങ് ആണ്. സോറി,
ഇനി നമുക്ക് ജിമ്മിലോട്ട് പോവാം. ബേസ്മെൻറ്റിലാണ് ജിമ്മ് വരുന്നത്. ഞാനൊന്നാമത് ഈ പേജ് എടുക്കാനും കാരണം ഇതായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ പോകുന്നില്ല. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. ആരുമില്ല ജിമ്മിൽ. ഇതാണ് ജിമ്മ് വന്നിട്ട്. എവിടെ മിറർ കണ്ടു കഴിഞ്ഞാലും ഞാനല്ലാതെ ആവും. സോ അത്യാവശ്യം എല്ലാ എക്യുപ്മെൻറ്റ്സും ഉണ്ട്. പിന്നെ ഇവിടെ ഇടയ്ക്ക് വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടാവും. സൂംബ ക്ലാസ്സസ്, അങ്ങനത്തെ വീക്ക്ലി ക്ലാസ്സസ് ഉണ്ടാവും. കാർഡിയോ മെഷീൻസ് എല്ലാം ഇവിടെ ഉണ്ട്. വർക്കൗട്ട് മെഷീൻസ് എല്ലാം ഇവിടെ ഉണ്ട്. ആൻഡ് ഷുഡ് ഐ നീഡ് ടു ഹോം സെറ്റ് ഫിറ്റ്നസ്. എല്ലാവർക്കും ഈ ഒരു ജിമ്മായിരിക്കും എക്സസൈസ് ഉണ്ടാവുക. സോ എനിക്ക് ജിമ്മിലോട്ട് വരണമൊക്കെ നല്ല താല്പര്യമുണ്ട്, ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമൊക്കെ ആയിട്ട്. പക്ഷേ എന്നെക്കൊണ്ട് തീരെ പറ്റുന്നില്ല. ഐ മീൻ ബാക്ക് ടു ട്രാക്ക് ഇതുവരെ ആയിട്ടില്ല. മടിയാണ് എല്ലാത്തിനും കാരണം, ഐ നോ ദാറ്റ്. പക്ഷേ എന്നെ സംബന്ധിച്ചെന്ന് പറയുമ്പോൾ വർക്കൗട്ട് ചെയ്യണമെങ്കിൽ എനിക്കൊരു നല്ല മൂഡ് വരണം, വരണം. അത് തരമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ്. സോ അവിടെ വീട്ടിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ഒരു ഗെയിമിംഗ് റൂം ഉണ്ട് കേട്ടോ. ഗെയിമിംഗ് റൂം ഒക്കെ ഇവിടെ 2 വാഷ്റൂംസ് ഉണ്ട് കേട്ടോ. ആൻഡ് ഗെയിമിംഗ് റൂം ഒക്കെ ഷോ യു ദാറ്റ്. ലൈറ്റ്സ് എല്ലാം ഓഫാണ്. ലെറ്റ് മീ ചെക്ക്. ലൈറ്റ്സ് ഇടാൻ പറ്റുമോ നോക്കട്ടെ. നല്ല അടിപൊളി ലൈറ്റ്സ് ഉണ്ട് ഇവിടെ. പക്ഷേ കാൻ ഷോ യു റൈറ്റ് നൗ ഗയ്സ്. അത് ഓണാക്കാൻ എവിടെയാണെന്ന് എനിക്കറിയില്ല. ഇത് ഓൾറെഡി എല്ലാം ഓണാണ്. മേ ബി മെയിൻ സ്വിച്ച് അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. സോ ഇവിടെ എല്ലാ ടൈപ്സ് ഗെയിംസ് ഉണ്ട്. ഞാൻ പക്ഷേ ഇങ്ങോട്ട് വരലേ ഇല്ല, അങ്ങോട്ട് തീരെ വരലില്ല. ഗസ് എവിടെയാ സമയം? ഇതൊക്കെ കണ്ടിട്ടാണ് ഈ പി ജി ഒന്നാമത് എടുത്തത് തന്നെ. പക്ഷേ സമയം എന്ന് പറയുന്ന സാധനം എനിക്കിപ്പോൾ ഇല്ലാതെ ആയിപ്പോയി. മറ്റുണ്ടായിട്ടു ഇനി മേലേക്ക് പോവാം. കേസ് ഞാൻ സംസാരിച്ചാണെങ്കിൽ ഇവിടെ പുക പോകുന്നുണ്ട്. ടെമ്പറേച്ചർ വന്നിട്ട് 90 degrees Celsius ആണ്. ഇപ്പോൾ ഒന്നാണല്ലോ വരുന്നില്ല, വീഡിയോ എടുത്ത് പോയിരുന്നില്ല. സോ ഇതിൻ്റെ ലൊക്കേഷൻ വന്നിട്ട് അമിറ്റിയുടെ ഗേറ്റ് നമ്പർ 2 ഓപ്പോസിറ്റുള്ളൊരു വഴിയിലാണ്. അവിടെ കെഫി പാച്ചാല എന്ന് പറയും. അതിൻ്റെ ഓപ്പോസിറ്റാണ്. അതിന് ഓപ്പോസിറ്റുള്ളൊരു ബിൽഡിങ്ങാണ്. യെല്ലോ കളർ ബിൽഡിങ്ങാണ് ഞാൻ താമസിക്കുന്ന ബിൽഡിങ്. അതെന്ന് പറയുന്നെങ്കിൽ ഈ ഒരു പി ജി എന്ന് പറയുമ്പോൾ ഭയങ്കര അടുത്താണ് അമിറ്റിയുടെ. അതുകൊണ്ട് ഭയങ്കര സുഖമാണ് നമ്മൾ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ ഷട്ടിലുണ്ട്, ഒന്നും അറിയേണ്ട ആവശ്യമില്ല. രാവിലെ വിളിക്കുക, ഷട്ടിലിൽ വിളിക്കുക, പോവുക, അത്രയേ ഉള്ളൂ. എനിക്ക് അതുകൊണ്ടാണ് ഇവിടുന്ന് പോകാനായിട്ടുള്ള ചെറിയൊരു മടിയും. പക്ഷെ എന്തായാലും മാറണം. ബിക്കോസ് നമുക്ക് ഒറ്റയ്ക്കൊരു റൂം എന്നൊക്കെ പറയുമ്പോൾ ഇറ്റ്സ് എ വെരി ബിഗ് തിങ് റൈറ്റ് നൗ ഫോർ മീ. സോ അതുകൊണ്ട് അത് നിർബന്ധമാണ് എനിക്കിപ്പോൾ. ഐ നീഡ് ടു ചേഞ്ച്. ആൻഡ് അത് മാത്രമല്ല, പിന്നെ നമുക്കിവിടെ ലോണ്ട്രി സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. പക്ഷെ ലോണ്ട്രി ഇവിടെ എങ്ങനെ കൊടുക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം കൂടെ ഒരുമിച്ചിട്ടുള്ള തിരുമ്പലാണ് തോന്നുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ഞാനങ്ങനെ ലോണ്ട്രി ഇവിടെ കൊടുക്കാറില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ മാറണം എന്ന് വിചാരിക്കുന്നത്. പിന്നെ മെയിനായിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റയ്ക്ക് സിംഗിളായിട്ടുള്ള റൂം വേണം. അതുകൊണ്ടാണ്. ഇവിടെയാണെങ്കിൽ സിംഗിൾ ഓപ്ഷൻ ഇല്ല, ഞാൻ പറഞ്ഞല്ലോ. പിന്നെ ഈ ഡബിൾ ഷെയറിംഗ് എന്നുള്ളത് സിംഗിൾ റൂമായിട്ട് നമുക്ക് കിട്ടും. നമ്മൾ ഡബിൾ ആയിട്ട് അതിലേക്ക് കൊടുക്കും. ഓൾറെഡി എനിക്ക് ഭയങ്കര കൂടുതലാണ്. സോ അത്രയ്ക്കാണ് ഇന്നത്തെ ഹോം ടൂർ അല്ലെങ്കിൽ പി ജി ടൂർ വിശേഷങ്ങൾ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വ്ലോഗ് ആൻഡ് ബൈ.